അപ്പോൾ ഞാൻ ഇന്ന് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ബീഫ് കൊണ്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് നിർവാണയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി, ഒരു വലിയ ലെമണിൻ്റെ ജ്യൂസും. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബീഫിൽ പരത്തി ഒരു 10 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആ ഉപ്പും കുരുമുളകൊക്കെ ബീഫിൽ നന്നായി പിടിക്കാൻ. പിന്നെ ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് വേവിക്കാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു 4 ഇഞ്ചോളം വലിപ്പമുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. 4 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വെളുത്തുള്ളി ഒരു 10 എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ അളവൊന്ന് കൂട്ടാട്ടോ. പിന്നെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചുവന്നുള്ളി ഒരു 15 മതി. പക്ഷെ ഇത് ചെറുതായതുകൊണ്ട് ഞാനൊരു 25 എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ നല്ല ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 25 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ബീഫ് വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെളുത്തുള്ളി വലുതായതുകൊണ്ട് കട്ട് ചെയ്യാൻ കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. പച്ചമുളകിൻ്റെ അളവ് നമ്മളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ. ഈ ഒരു അളവ് നല്ല പാകത്തിനുള്ള എരിവാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു റെസിപ്പി വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് മസാലയൊന്നും അധികം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം പൊരിച്ച് കോരിയിട്ടുണ്ട്.
ഇനി നമുക്ക് ബീഫും കൂടിയാണ് പൊരിക്കാനുള്ളത്. ബീഫ് ഇതാ വെന്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി ബീഫ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കുറേശ്ശായിട്ട് പൊരിച്ചു പോരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് നമുക്ക് ആ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്നിച്ച് ആ ചീനിച്ചട്ടിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ച് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു രീതിയിൽ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് വാഴയില വേണം. അപ്പോൾ വാഴയില ഞാനൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് പരന്ന ചട്ടിയാണ് വേണ്ടത്. അതിലേക്ക് ഞാൻ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് മുഴുവനും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നിങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബീഫ് മുഴുവനും ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഞാനിവിടെ 2 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന വരെ നമുക്ക് വയ്ക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായി തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വാഴയില വെച്ച് ഒരു മൂടി വെച്ച് മൂടിയിട്ട് ചെറിയ തീയിൽ വയ്ക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം തിളയ്ക്കണ്ട കേട്ടോ. ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കിയിട്ട് പിന്നെ ആ ഒരു ചൂടിലിരുന്നാൽ തന്നെ അത് കുറച്ചൊന്നിങ്ങനെ വറ്റി വരും. വാഴയില വെച്ച് മൂടിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം വയ്ക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടിലിരുന്നാൽ തന്നെ നല്ല കുറുകി വരും കേട്ടോ. കാരണം ചട്ടി നല്ല ചൂടായിട്ടല്ലേ ഇരിക്കുന്നുണ്ടാവുക. ഇങ്ങനെ നമ്മുടെ ബീഫ് നിർവാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാണ് നല്ലത്. അപ്പോൾ അത് കുറുകി നല്ല കട്ടിയൊക്കെ നല്ല പാകമായി കിട്ടും. ഇനി മേലെ കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കി നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.